ഏതാണ്ട് തെറ്റ് സമ്മതിക്കുന്ന പോലെ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതിൽ കുറ്റക്കാർക്കെതിരെ ശിക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം. പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ ഇത് അവസാനിക്കുന്നില്ല. അതിനുശേഷം കേന്ദ്ര സർക്കാർ ചർച്ചയുടെ വഴികൾ തുടർന്നു. ഇന്നലെ പ്രതിപക്ഷം കൂടി പ്രതിഷേധത്തിന് തുനിയുമ്പോൾ ആദ്യ മിനിറ്റുകളിൽ തന്നെ അനുനയത്തിനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആ സമരവേദിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന പ്രതിപക്ഷ ആവശ്യത്തിനും കേന്ദ്ര സർക്കാർ വഴങ്ങുന്നതാണ് കണ്ടത്. ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്രം നിലപാട് സ്വീകരിക്കുമ്പോഴാണ് പ്രതിപക്ഷം അതല്ല ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്നത് ചൂണ്ടിക്കാട്ടുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് എന്ന് ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ കാർത്തിക് സൂചിപ്പിച്ചതുപോലെ ചർച്ചയ്ക്കുള്ള സന്നദ്ധത CJPയുമായും കേന്ദ്ര സർക്കാർ തുറക്കുകയാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷം നിൽക്കുമ്പോൾ CJPയും ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജന്തർ മന്ദറിലേക്ക് ആർക്കും ചർച്ചയ്ക്ക് വരാം എന്നതാണ് CJP നേതാവ് പ്രതികരിച്ചത്. കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നവർ നിലപാടെടുക്കുന്നു. നിഷ്പക്ഷ വേദിയും ചർച്ചയ്ക്ക് തെരഞ്ഞെടുക്കാം എന്നൊരു ഉപാധി CJPയും ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ CJP വക്താവിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. We have given them two options. We have told them that the government can either come to Jantar Mantar or we can meet at a place closer to Jantar Mantar, a neutral place, but we are definitely not going to his home or office. They reached out to us. They reached out on the 20th also, despite the narrative they want to spread. It's false. They reached out to us since the morning. There are visuals of police asking us to meet the government. There are, and today also the police reached out to us saying that the government wants to talk. We are happy to talk. But we'll only talk when they are open-minded and they want to listen to the protesters' demand and they will accept our demand. Not in personal touch, but yes, we saw the protest yesterday. We are very happy with with the peaceful protest that took place, and we condemn the police action that was taken against him and other MPs. This is not how democracy functions. It only functions through discussion, debate, and listening to the people of this country. They have joined us already. Many MPs have come from all the parties except BJP, and we are very happy that they are standing in solidarity with the youth of this country. CJP പ്രതിനിധിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ചർച്ചകളോട് തുറന്ന സമീപനമാണുള്ളത്. പക്ഷേ ഈ ഏതെങ്കിലും ഓഫീസുകളിലേക്ക് എത്തില്ല കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകൾക്കായി. ജന്തർ മന്ദറിലേക്ക് അവർക്ക് വരാം എന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ വേദി തെരഞ്ഞെടുക്കാം, ഞങ്ങളെ കേൾക്കാൻ, തുറന്ന മനസ്സോടുകൂടി കേൾക്കാൻ സന്നദ്ധമാണെങ്കിൽ ആ ചർച്ച നടക്കുമെന്നതാണ്. കാർത്തിക്, ഇവിടെ എങ്ങനെയാണ് ഈ 30 ദിവസം പിന്നിട്ട ഈ സമരം അവസാനിപ്പിക്കുക എന്നതൊരു ചോദ്യമാണല്ലോ. ഇപ്പോൾ പ്രതിപക്ഷം കൂടി അത് ഏറ്റെടുക്കുന്നു, വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ സൗരവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ തങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞങ്ങളുടെ സമാധാനപൂർണ്ണമുള്ള ഈ സമരത്തിന് അവർ നൽകുന്ന പിന്തുണ കൂടുതൽ കരുത്താണ് എന്നുകൂടി CJP ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ അത്തരം പിന്തുണ കൂടുതലായി ലഭിക്കുന്നുണ്ട്. പാർലമെന്റ് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത രീതിയിൽ പാർലമെന്റിനകത്തും പ്രതിഷേധം ശക്തമാണ്. എന്താണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള വഴി? അവർ കൂടുതൽ അനുരഞ്ജന ശ്രമങ്ങൾക്ക് വിധേയമാകും അല്ലെങ്കിൽ വഴങ്ങും എന്നതാണോ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന? ചർച്ചകൾക്കുള്ള സന്നദ്ധത കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. അതിനോട് ഇനി CJPയുടെ സമീപനം എന്താകുമെന്ന് അറിയണം. ഒരു നിഷ്പക്ഷ വേദിയിലേക്ക് ചർച്ച നടത്താൻ സന്നദ്ധരായി അവർ മുന്നോട്ട് വന്നാൽ ഒരുപക്ഷെ ചർച്ച നടന്നേക്കും. നിലവിൽ എന്തായാലും അനിശ്ചിതത്വം ഇക്കാര്യത്തിൽ തുടരുകയാണ്. രേണുക ചോദിച്ചത് വെച്ച് ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയോട് ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലേ, നാളെ പാർലമെന്റ് ചേരുമ്പോൾ ഇത് തന്നെയാകുമോ സമീപനം എന്നായിരുന്നു. പാർലമെന്റ് സുഗമമായി നടക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തോടുള്ള അവസാന ചോദ്യം. ആ ആവശ്യങ്ങളോട് രാഹുൽ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാർത്ഥികളാണ്. അവരുടെ ആവശ്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. നാളെ സഭ തലത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികളാണ്. അത് നാളെ യോഗം ചേർന്ന് തീരുമാനിക്കും. അതായത് ഈ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉള്ളത്. മാത്രമല്ല കരുതലോടുകൂടിയാണ് പ്രതികരണം എന്നതും വായിക്കണം. കാരണം കഴിഞ്ഞ ദിവസം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരുന്നില്ല പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഈ പ്രതിഷേധ സമരം നടന്നത്. അതിൽ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. സമാജ്വാദി പാർട്ടി, AAP അടക്കമുള്ളവരുടെ വിമർശനങ്ങൾ വലിയ തോതിൽ ചർച്ചയായതുമാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളെ സഭാതലത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലെ പ്രതികരണവും ഒപ്പം ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാർത്ഥികളാണ് എന്നതടക്കമുള്ള മറുപടിയും. മറ്റൊന്ന്,
സോനം വാങ്ചുക്ക് നിലവിൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെങ്കിലും അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. കേന്ദ്രമന്ത്രിമാർ അദ്ദേഹത്തെ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പുതിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ മരിച്ച, അതായത് ആത്മഹത്യ ചെയ്ത, പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വേദന കൊണ്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം, ഒപ്പം പാർലമെന്റിൽ ഒരു തുറന്ന ചർച്ച, അതാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടക്കമുള്ള ആവശ്യങ്ങളിൽ തുറന്ന ചർച്ച, ഇതടക്കമുള്ള ആവശ്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, വിദ്യാർത്ഥികൾക്കെതിരെ, പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ഒരു നടപടിയുമില്ല എന്ന ഉറപ്പുകൂടി വേണം എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വാക്കുകളിലൂടെ വ്യക്തമാക്കി എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത നിലപാട് എന്തായിരിക്കും? ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഒരു നിഷ്പക്ഷ വേദിയിലേക്ക് അവർ ചർച്ചയ്ക്ക് പോകുമോ? അങ്ങനെ ചർച്ചയ്ക്ക് പോയാൽ രാജി ആദ്യം, മറ്റ് ചർച്ചകൾ പിന്നീട് എന്ന പ്രതിപക്ഷ ആവശ്യത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് BJP തയ്യാറാകുമോ? നിലവിൽ അതിൻ്റെ ഒരു സൂചനകളും ലഭ്യമാകുന്നില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. പക്ഷേ രാജി ആവശ്യത്തോട് അനുകൂലമായ ഒരു പ്രതികരണം ഇന്ന് പാർലമെന്റിന് പുറത്തും എവിടെയും വന്നിട്ടില്ല. മറിച്ച് മറുവശത്ത് ശക്തമായി രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കുകയാണ് BJP. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകളും വ്യക്തമാക്കുന്നത് അതാണ്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും അവരെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ചില പ്രതിപക്ഷ നേതാക്കൾ ശ്രമിക്കുന്നു, അതാണ് സംഭവിക്കുന്നത് എന്ന് ആവർത്തിക്കുകയാണ് BJP നേതാക്കൾ പുറത്ത്. അതായത് ശക്തമായി തന്നെ ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. മാത്രമല്ല, ഈ പ്രതിഷേധം മുന്നിൽ കണ്ട് ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അതായത് 10 FIRകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. പല മെട്രോ സ്റ്റേഷനുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ അടച്ചിട്ടിരിക്കുകയാണ്. അത്തരത്തിൽ കരുതലോടുകൂടിയാണ് ഈ പ്രതിഷേധ സമരത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. തീർച്ചയായും വളരെ കരുതലോടുകൂടി കേന്ദ്രം നീങ്ങുകയാണ്. കാർത്തിക് ആണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം തന്നെ നാളെയും സഭ ഇപ്പോൾ തുടർച്ചയായ 3-ാം ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സഭാ നടപടികൾ തടസ്സപ്പെടുന്നതാണ് കണ്ടത്. സഭ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വീണ്ടും ഈ വിഷയം സഭയിൽ തീർച്ചയായും ഉയരും. അതിന്റെ സൂചനകൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളും നൽകുന്നത്. ഒപ്പം പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് CJP നേതാക്കൾ, പ്രവർത്തകർ ജന്തർ മന്ദറിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എത്ര ദിവസം ഇത് നീണ്ടുപോകും? എന്താണ് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത നീക്കം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. ചർച്ചയ്ക്കുള്ള സന്നദ്ധത ഇപ്പോൾ ഏതാണ്ട് കേന്ദ്രം മുന്നോട്ട് വെക്കുമ്പോൾ പോലും അതിനുള്ള സാഹചര്യം അടയുന്നു എന്നതാണ്. കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും കൂടുതൽ ആളുകൾ എത്തുന്നത് തടയുക, സമരവേദിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് തടയുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.